ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ കവാസക്കി നിഞ്ച 300 വന്നേക്കുന്നത്. വന്നേ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവുമെന്ന് പറഞ്ഞാൽ വന്നേ സ്റ്റാർട്ടാവും വണ്ടി റൺ ആവുന്നില്ല പറയാം, ഫുൾ റേസിങ് ആവുന്നില്ല പറഞ്ഞേ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്ത് കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ നിഞ്ച. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വണ്ടി ഫ്യൂവലെല്ലാം നമ്മൾ പെട്രോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, ഫ്യൂവലിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ടാവും. ഇതാണ് അവസ്ഥ, സ്റ്റാർട്ടാവും. ഇതവസ്ഥ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാൻ പോകണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾക്കത് നിഞ്ചയുടെ അയച്ചുകൊണ്ടിരിക്കുകയാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇതിനകത്തൊരു എലി ചാടിപ്പോയിട്ടുണ്ട്, കുഞ്ഞൊരെലിയായിരുന്നു. ഇത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല വീഡിയോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് വയറവിടെ കട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതുവരെയൊന്നും ഇത് അയച്ചിട്ടില്ല, സർവീസ് പോലും അങ്ങനെ ചെയ്തിട്ടുള്ള വണ്ടിയാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് സംഭവം ഇത് മൊത്തമൊന്നും അയച്ചിട്ടുമില്ല ഇതുവരെ. ഫസ്റ്റ് ടൈമാണ് ഈ വണ്ടി അയക്കുന്നത് തന്നെ. കസ്റ്റമറാണെന്ന് തോന്നുന്നു. മീൻസ് ഇത് കണ്ടിങ്ങനെ അയച്ചായിട്ട് തോന്നുന്നില്ല. നമ്മളെല്ലാം അയച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ പോകണം. വയറെല്ലാം ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ നോക്കണം. അപ്പോൾ നോക്കിയിട്ട് വേണം നമുക്ക് ഫൈനൽ നോക്കാൻ. ടാങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടോ ഡൗട്ടുണ്ട്, അപ്പോൾ അത് നോക്കാം. പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. വലിയൊന്നും കടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നിഞ്ചയുടെ ടാങ്ക് അയച്ചപ്പോൾ നമുക്ക് കണ്ടെന്ന് പറയുമ്പോൾ ഇതാണ് അവസ്ഥ. അതായത് നമ്മുടെ ടാങ്കിന് ഊരി അതിൻ്റെ പമ്പ് നമ്മൾ ഊരി വെച്ചായിരുന്നു. ഊരി എടുത്തപ്പോൾ ഇന്നത്തെ കണ്ടോ കിടന്ന് ഓടിക്കളിക്കുന്നുണ്ടോ, വെള്ളമാണ്, ഒക്കെ വെള്ളമാണ്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ അതിന് ഇതിന് അത്യാവശ്യം റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് നമ്മൾ കേട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ നിഞ്ച ആയാലും ഏത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഉള്ള വണ്ടി ആയാലും നമുക്ക് പെട്രോൾ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ടാങ്കിൻ്റെ പെട്രോൾ പോയെങ്കിൽ നമ്മൾ ഉടനെ ഊറ്റിക്കളയും മാത്രമല്ല, കൂടെ തന്നെ നമ്മൾ ഫ്യൂലിൻ്റെ പമ്പോട് ഊരി മസ്റ്റായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അതിനകത്ത് വെള്ളമായി ഇരുന്ന് തുരുമ്പ് പിടിക്കാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഫ്രണ്ട്സ് ഉണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്തേക്കുക. പിന്നെ നമ്മൾ ചെറിയൊരു ഏത് അഗ്രിയായപ്പോലും BS6 വണ്ടി ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടി വെള്ളമയം ഉണ്ടോ ഉറപ്പായിട്ട് നമ്മൾ ടാങ്ക് അയച്ച് നല്ലപോലെ ക്ലീൻ ചെയ്ത് ഫ്യൂൽ പമ്പും മസ്റ്റായിട്ട് അയച്ച് ക്ലീൻ ചെയ്ത് പറ്റുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ മുകളിൽ ഫ്യൂൽ ഫിൽറ്റർ മാറിയിരിക്കണം. ഇതിനെ ഫ്യൂൽ ഫിൽറ്റർ മാറുന്ന ആവശ്യമില്ല, നോർമലാണ്, നെറ്റിന് കുഴപ്പമില്ല. ക്ലീൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ഈ വണ്ടി കംപ്ലൈൻറ്റ്. ഇനി നല്ല ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പെട്രോൾ കഴിച്ചിട്ട് നമുക്ക് നോക്കാം, വീഡിയോ എടുക്കാം. പക്ഷേ ഇതാണ് നമ്മുടെ നിഞ്ചയുടെ ഫ്യൂൽ പമ്പ് വരുന്നത്. ഫ്യൂൽ പമ്പിനകത്ത് ആ ഫിൽറ്ററിൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ? നല്ല രീതിയിൽ തുരുമ്പ് പിടിച്ച അഴുക്ക് നിറഞ്ഞ് നിൽക്കുവാണ്. അതാണ് അവസ്ഥ. നമുക്കിന്ന് അയച്ച് നോക്കാം ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന്. ഇതാണ് അവസ്ഥ ഇതിൻ്റെ. ഇന്നത്തെ കിടന്ന് നിറഞ്ഞിരിക്കുന്നതുണ്ടോ ഫിൽറ്ററിനകത്ത്? പക്ഷേ ഇതാണ് നമ്മുടെ ഫിൽറ്ററിനകത്ത് അഴുക്ക് വരുന്നുണ്ടോ, തുരുമ്പിൻ്റെ മൊത്തം നിറഞ്ഞു നിൽക്കുവാണ്. ഇതതിൻ്റെ അവസ്ഥ. നമ്മുടെ ഫിൽറ്ററിൻ്റെ അവസ്ഥ ഇതാണ്. ഇത് നമുക്ക് അയച്ച് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നിഞ്ചയുടെ ഫ്യൂൽ പമ്പിൽ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്ത് പക്ക സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്യൂൽ പമ്പ് വരുന്നത്. നമ്മൾ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫ്യൂൽ ഫിൽറ്റർ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സംഭവം മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. മാക്സിമം തുരുമ്പെല്ലാം കളഞ്ഞ് മാക്സിമം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നിഞ്ചയുടെ ടാങ്കിലോട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാൻ പോകാം സ്റ്റാർട്ടാവും വലിയൊന്ന് സ്റ്റാർട്ടാവും. നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ, പക്ക സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നിഞ്ച വണ്ടി സ്റ്റാർട്ടാക്കി എടുത്തിട്ടുണ്ട്. പക്ക സ്റ്റാർട്ടിങ് ആണ്. ഒറ്റയടിക്ക് നമ്മൾ സ്റ്റാർട്ട് ആവുന്നുണ്ട്. നമുക്ക് നോക്കാം ഇതുണ്ടോ, പക്ക സ്റ്റാർട്ടായിട്ടുണ്ട് വണ്ടി. ഒരു രക്ഷയില്ല. നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നമുക്കൊന്ന് സ്കാനിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ബാക്കി ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കസ്റ്റമർക്ക് വണ്ടി എളുപ്പം തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ബൈക്ക് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഷോപ്പിലോട്ട് വിസിറ്റ് ചെയ്യാം. നമ്മുടെ MT ഗാരേജിൽ കൊണ്ടുവരാം. നമ്മൾ മാക്സിമം വണ്ടി ക്ലിയർ ആക്കി തരുന്നതാണ്. പിന്നെ സ്പെയർ കുറച്ചിട്ട് ഇതാണ്, പക്ഷേ എന്നാലും മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം. ഇതിനെ നമുക്ക് ഫ്യൂൽ ഫിൽറ്റർ കിട്ടിയില്ല, എന്നാൽ പോലും നമ്മൾ മാക്സിമം ക്ലീൻ ചെയ്ത് പക്ക നമ്മൾ സെറ്റാക്കി വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വീഡിയോക്ക് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വെക്കുക. അപ്പം അടുത്ത വീഡിയോ കാണാം.